നമസ്കാരം. ലോകം ഉണ്ടായ കാലം മുതൽ കേൾക്കുന്നതാണ് ലോക അവസാനം അങ്ങ് എത്തിപ്പോയി എന്ന്. പലപ്പോഴും പല പ്രവാചകന്മാരും ഒരു പ്രത്യേക തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം ഈ തീയതി കഴിയുമ്പോൾ ലോകം അവസാനിക്കുമെന്ന് പലപ്പോഴായി പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ യാഥാർത്ഥ്യമായിട്ടുമില്ല. ഇപ്പോൾ പുറത്തു വരുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രവാചകൻ നടത്തിയ ഒരു പ്രവചനമാണ്. അദ്ദേഹം പറയുന്നത് ഈ വർഷം അവസാനത്തോടു കൂടി ലോകം അവസാനിക്കും, അതായത് ലോകാന്ത്യത്തിൻ്റെ ആ ദിനം ഈ വർഷം തന്നെ ഉണ്ടാകും എന്നാണ്. ഈ വർഷം അവസാനിക്കാൻ ഇനി കഷ്ടിച്ച് ഒരു മാസം മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ അതിൻ്റെ യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളൊന്നും തന്നെ ഇനിയും കണ്ടതായി ശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ വാനനിരീക്ഷകരോ ആരും തന്നെ വെളിപ്പെടുത്തിയിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം ഇത്തരത്തിലുള്ളൊരു പ്രവചനം നടത്തിയത് എന്നാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. പാകിസ്ഥാനി ആത്മീയ നേതാവ് മിസ്റ്റിക്കുമായ റിയാസ് അഹമ്മദ് ഗോഹർ ഷാഫി, ഇദ്ദേഹത്തിൻ്റെ രചനകളിലാണ് ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങളുള്ളത്. അദ്ദേഹം പറയുന്നത് ബഹിരാകാശത്തു നിന്നൊരു വാൽനക്ഷത്രം ഭൂമിയെ ഇടിക്കും എന്നാണ്. ആ ഇടിയോടുകൂടി ഈ ലോകത്തിൻ്റെ അന്ത്യം കുറിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അനുയായികളൊക്കെ തന്നെ ഇത് വലിയ തോതിലാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. പലരും അന്ത്യദിനം അടുത്തു എന്നുള്ള ഭയത്തിലുമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ പ്രവാചകനാകട്ടെ ഇദ്ദേഹം ഇപ്പോൾ എവിടെയാണ് എന്ന് ആർക്കും അറിയില്ല. അദ്ദേഹത്തിൻ്റെ ജന്മദിനം കൂടിയാണ് ഇന്ന്. ഇയാൾ ലണ്ടനിൽ കഴിയുന്ന സന്ദർഭത്തിൽ പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷനായിരുന്നു. ഇയാൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ആർക്കും അറിയില്ല. പക്ഷേ അനുയായികൾ പറയുന്നത് അദ്ദേഹം ലോകത്തിൻ്റെ ഏതോ ഒരു കോണിലിരുന്നു കൊണ്ട് ഇപ്പോഴും ലോകം നന്നാകാനുള്ള വിവിധ തരത്തിലുള്ള ചിന്തകളിലാണ്, അദ്ദേഹത്തിനെ സംബന്ധിച്ച ഗവേഷണത്തിലാണ്. ലോകസ്നേഹം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ആളുകൾ തമ്മിലുള്ള സ്നേഹവും ബന്ധങ്ങളും ഒക്കെ തന്നെ അതിൻ്റെ അയഞ്ഞു പോയിരിക്കുന്നു. അവ കൂടുതൽ ശക്തമാക്കാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശമുള്ളത്. 2025 അവസാനത്തോടുകൂടി ഒരു വാൽനക്ഷത്രം വന്ന് ഭൂമിയെ ഇടിക്കുകയും അതോടുകൂടി ലോകനാശം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം നാസ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു വാൽനക്ഷത്രം വരുന്നതിനെക്കുറിച്ച് പ്രവചിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇദ്ദേഹത്തിൻ്റെ അനുയായികൾ പറയുന്നത് മനുഷ്യൻ അവൻ്റെ ആത്മീയ ആ ഒരു മേഖലയിൽ നിന്ന് ഒരുപാട് അകന്നു പോയിരിക്കുന്നു. അവന് വളരെ പ്രായോഗികമതിയായി മാറി എപ്പോഴും സ്വന്തം കാര്യം കാണാനും അതല്ലെങ്കിൽ നിസ്സാര കാര്യങ്ങൾ പോലും തമ്മിലടിക്കാനും ഒക്കെ തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ദൈവം ഇതിന് ശിക്ഷ നൽകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു വാൽനക്ഷത്രത്തെ ഭൂമിയിലേക്ക് അയച്ച് ഭൂമിയെ ഇടിച്ച് അതോടുകൂടി ഈ ലോകം അവസാനിക്കാൻ കാരണമാകുന്നത് എന്ന്. എന്നാൽ ഇതിനൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള ശാസ്ത്രീയ അടിത്തറ ഇല്ല എന്നുള്ളതാണ് രസകരമായ കാര്യം. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ തന്നെ പാകിസ്ഥാനിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ തന്നെ അനിസ്ലാമികമാണ് എന്നാണ് പാകിസ്ഥാനിലെ മുസ്ലിം മതപണ്ഡിതന്മാർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഒരു തരത്തിലും അംഗീകരിക്കാനും അവർ ഇനിയും തയ്യാറായിട്ടുമില്ല. ഏതായാലും 2 വർഷം മുമ്പ് ഒരു വാൽനക്ഷത്രത്തിൻ്റെ കുറേ ഭാഗങ്ങൾ വ്യാഴഗ്രഹത്തിൽ പതിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഭൂമിയിലേക്ക് ഇവയൊന്നും തന്നെ എത്തുന്നതായി ആർക്കും ഒരു ധാരണയുമില്ല. ഗവേഷകർക്കും ഇത് സംബന്ധിച്ച ഒരു അറിവും ലഭിച്ചിട്ടുമില്ലായിരുന്നു. പിന്നെയും എന്തിനാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇത് പറഞ്ഞു വരുത്തുന്നത് എന്നാണ് ഇവരെ എതിർക്കുന്നവർ ചോദിക്കുന്നത്. പക്ഷേ ലോകമെമ്പാടും അനുയായികളുള്ള ഒരു വ്യക്തി കൂടിയാണ് ഈ ഒരു പാകിസ്ഥാനി പ്രവാചകൻ. പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ പലതും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് പാകിസ്ഥാനിലെ മതപണ്ഡിതന്മാർ കുറ്റപ്പെടുത്തുന്നത്. പാകിസ്ഥാനിലെ മതപണ്ഡിതന്മാർ പറയുന്നത് ഇദ്ദേഹം നടത്തുന്ന കാര്യങ്ങളും പ്രവചിക്കുന്നതും എല്ലാം തന്നെ ദൈവനിന്ദയാണ് എന്നാണ്. ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് ഈ ഗോറി എന്നും ഒരു കാരണവശാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുമാണ്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കാം ഇദ്ദേഹം പാകിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെട്ടായിരിക്കാം ലണ്ടനിലേക്ക് എത്തിയത്. പക്ഷേ ലണ്ടനിൽ നിന്ന് അദ്ദേഹം എങ്ങോട്ട് പോയി എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഇപ്പോഴും ഒരു ധാരണയും ലഭിച്ചിട്ടില്ല. ഇതേക്കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം പോലും ആർക്കും അറിയില്ല.